മക്ക മദീന ഹറമുകളിൽ പെരുന്നാൾ നമസ്കാരത്തിനുള്ള ഒരുക്കം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇരുഹറം കാര്യവിഭാഗ മേധാവി ഡോക്ടർ അബ്ദുൾ റഹ്മാൻ സുദൈസ് നമസ്കാരത്തിനും പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. തിരക്ക് പരിഗണിച്ച് പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഹറമുകളിൽ ഒരുക്കിയിട്ടുണ്ട്. ഹറമുകളിലേക്കുള്ള റോഡുകളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. സൂര്യോദയത്തിന് ശേഷം 15 മിനിറ്റ് കഴിഞ്ഞാണ് സൗദിയിൽ പെരുന്നാൾ നമസ്കാരങ്ങൾക്ക് തുടക്കമാവുക. രാജ്യത്ത് 15,948 പള്ളികളിലും 3,939 ഈദ് ഗാഹുകളിലും ഇത്തവണ പെരുന്നാൾ നമസ്കാരങ്ങൾ നടക്കും. അതേസമയം ഷവ്വാൽ പിറ കാണാത്തതിനാൽ ഒമാനിൽ തിങ്കളാഴ്ചയായിരിക്കും ചെറിയ പെരുന്നാൾ എന്ന് ഔക്കാഫ് മതകാര്യ മന്ത്രാലയം അറിയിച്ചു. റംദാൻ 30 പൂർത്തീകരിച്ചാണ് ചെറിയ പെരുന്നാളിനെ വരവേൽക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ മസ്ജിദുകളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരത്തിന് വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വിവിധ മലയാളി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈദ്ഗാഹുകൾക്ക് നാട്ടിൽ നിന്നെത്തിയ പണ്ഡിതന്മാരാണ് പലയിടത്തും നേതൃത്വം നൽകുന്നത്. പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം ആശംസകൾ കൈമാറിയും സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ചുമായിരിക്കും വിശ്വാസികൾ വീടുകളിലേക്ക് മടങ്ങുക. മാസപ്പിറവി നിരീക്ഷിക്കുന്നതിന് വിപുലമായ സൗകര്യങ്ങളായിരുന്നു രാജ്യത്തൊരുക്കിയിരുന്നത്. ഖത്തറിൽ സ്വകാര്യ മേഖലയിൽ 3 ദിവസത്തെ പെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു. തൊഴിൽ മന്ത്രാലയമാണ് രാജ്യത്തെ തൊഴിൽ നിയമം അനുസരിച്ചുള്ള അവധി പ്രഖ്യാപിച്ചത്. വേതനത്തോടെയുള്ള അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവധി ദിവസങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്നവർക്ക് തൊഴിൽ നിയമം അനുസരിച്ച് ആനുകൂല്യങ്ങൾ നൽകണം. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.